قال فما بال القرون الأولى ഫിർഔൻ ചോദിച്ചു, അപ്പോൾ മുൻകഴിഞ്ഞ തലമുറകളുടെ അവസ്ഥയെന്താണ്? എല്ലാ വസ്തുക്കൾക്കും അവയുടെ ഘടനയും സ്വഭാവവും പ്രദാനം ചെയ്തതും ജീവിതത്തിൽ കർമ്മം ചെയ്യേണ്ട മാർഗം വിശദീകരിച്ചു കൊടുത്തതും അല്ലാഹുവാണ്. അവനെക്കൂടാതെ മറ്റൊരു റബ്ബുമില്ല. എങ്കിൽ പരമ്പരാഗതമായി മറ്റു റബ്ബുകളുടെ അടിമത്തം ആചരിച്ചു വന്ന നമ്മുടെ പൂർവികരുടെ നിലപാട് എന്താണ്? നിങ്ങളുടെ വീക്ഷണത്തിൽ അവരൊക്കെ ദുർമാർഗികളാണോ? ശിക്ഷാർഹരാണോ? ബുദ്ധിശൂന്യരാണോ? മൂസാ നബി ഉന്നയിച്ച ന്യായങ്ങൾക്ക് ഫിർഔൻ നൽകിയ മറുപടിയായിരുന്നു ഇത്. അവന്റെ അജ്ഞതയിൽ നിന്നോ ധിക്കാര മനോഭാവത്തിൽ നിന്നോ അല്ലെങ്കിൽ അവ രണ്ടിൽ നിന്നും കൂടിയോ ഉടലെടുത്തതാവാം ഈ മറുപടി. ഈ പ്രസ്ഥാനം തങ്ങളുടെ പൂർവികരെയെല്ലാം വഴിപിഴച്ചവരായി ഗണിക്കുന്നുവെന്ന് അവന് നന്നായി മനസ്സിലായിട്ടുണ്ടായിരിക്കണം. ഒരുപക്ഷേ തന്റെ ദർബാറിലും ഈജിപ്ഷ്യൻ ജനതയിലും മൂസാ നബിയുടെ പ്രബോധനത്തിനെതിരിൽ വർഗീയ വികാരം ഇളക്കിവിടാൻ ഉദ്ദേശിച്ചുകൊണ്ടുമാകാം ഈ ചോദ്യമുന്നയിച്ചത്. ഈ ആരോപണം സത്യപ്രബോധകർക്കെതിരിൽ എക്കാലത്തും ഉന്നയിക്കപ്പെടാറുള്ളതാണ്. അജ്ഞരായ ബഹുജനങ്ങളെ സത്യത്തിനെതിരിൽ ഇളക്കിവിടാൻ എന്നും വളരെ ഫലപ്രദമായ ഒരു മാർഗമാണിത്. ഖുർആനിലെ ഈ സൂക്തങ്ങൾ അവതീർണമായ കാലത്ത് വിശേഷിച്ചും. മക്കയിൽ നബി തിരുമേനിയുടെ പ്രബോധനത്തിനെതിരിൽ ഏറ്റവും അധികം ഉപയോഗിക്കപ്പെട്ട ആയുധം ഇതുതന്നെയായിരുന്നു. അതിനാൽ മൂസാ നബിക്കെതിരിലുള്ള ഫിർഔന്റെ വഞ്ചനയുടെ അനുസ്മരണം ഇവിടെ അവസരോചിതവുമാണ്. قال علمها عند ربي في كتاب لا يضل ربي ولا ينسى മൂസ പറഞ്ഞു, അവരുടെ വിവരങ്ങൾ എന്റെ റബ്ബിങ്കൽ ഒരു ഗ്രന്ഥത്തിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എന്റെ നാഥന് പിഴക്കുകയില്ല, മറക്കുകയുമില്ല. വളരെ യുക്തിപൂർണമായ ഒരു മറുപടിയാണ് മൂസാ നബി ഇവിടെ നൽകിയിരിക്കുന്നത്. ബോധനതന്ത്രത്തിന്റെ സുപ്രധാനമായ ഒരു പാഠം ഇതുൾക്കൊള്ളുന്നു. തന്റെ ശ്രോതാക്കളിലും അവരിലൂടെ മുഴുവൻ സമുദായത്തിലും വർഗീയാഗ്നി ജ്വലിപ്പിക്കുകയായിരുന്നു ഫിർഔന്റെ മേൽ പ്രസ്താവിച്ച ചോദ്യത്തിന്റെ ഉദ്ദേശ്യം. അതെ, അവരെല്ലാം വഴിപിഴച്ചവരും നരകത്തിന്റെ ഇന്ധനവുമാണെന്നാണ് മൂസാ നബി മറുപടി കൊടുത്തിരുന്നതെങ്കിൽ അത് മൂസാ നബിയുടേതിന് പകരം ഫിർഔന്റെ താൽപര്യങ്ങൾക്കാണ് സഹായകമായി ഭവിക്കുക. അതിനാൽ മൂസാ നബി തന്ത്രപ്രധാനമായ ഒരു ഉത്തരമാണ് ഫിർഔന് നൽകിയത്. അത് തികച്ചും സത്യവുമാണ്. അതോടൊപ്പം ഫിർഔന്റെ വിഷപ്പല്ല് പറിച്ചു കളയാനും അതിന് കഴിയുന്നു. അദ്ദേഹം പറഞ്ഞു, മൺമറഞ്ഞ തലമുറകൾ അവരുടെ പ്രവർത്തനവും കൊണ്ട് അല്ലാഹുവിങ്കൽ എത്തിച്ചേർന്നിരിക്കുന്നു. അവരെക്കുറിച്ച് എന്തെങ്കിലും വിധി പറയാൻ, അവരുടെ കർമ്മങ്ങളും ഉദ്ദേശ്യങ്ങളും മനസ്സിലാക്കാനുള്ള ഒരു ഉപാധിയും എന്റെ കൈവശമില്ല. അവരുടെ എല്ലാ റെക്കോർഡുകളും അല്ലാഹുവിങ്കലാണ് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അക്കൂട്ടരുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹുവിനറിയാം. അവന്റെ ദൃഷ്ടിയിൽ നിന്ന് ഒന്നും നഷ്ടപ്പെടുകയില്ല. അതിൽ അല്ലാഹുവിനു വേണ്ടി അനുഷ്ഠിച്ച ഏതെങ്കിലും കർമ്മമുണ്ടെങ്കിൽ അതവനറിയാം. അവരുടെ അന്ത്യമെന്ത്, അവസ്ഥയെന്ത് എന്നതിനെക്കുറിച്ച് ഞാനോ നിങ്ങളോ ചിന്തിക്കേണ്ടതില്ല. നമ്മുടെ അവസ്ഥയെന്ത്, പരിണാമമെന്ത് എന്നതിനെക്കുറിച്ചാണ് നാം ചിന്തിക്കേണ്ടത്. മറക്കുകയുമില്ല എന്നതോടുകൂടി മൂസാ നബിയുടെ ഉത്തരം അവസാനിച്ചുവെന്നും തുടർന്ന് ഈ ഖണ്ഡികയുടെ അവസാനം വരെയുള്ള വാക്യങ്ങൾ അല്ലാഹു നേരിട്ട് നൽകുന്ന വിശദീകരണവും ഉപദേശങ്ങളും ഉദ്ബോധനങ്ങളുമാണെന്നുമാണ് വാചകരീതിയിൽ നിന്ന് മനസ്സിലാകുന്നത്. വരാനിരിക്കുന്നതോ കഴിഞ്ഞതോ ആയ ഏതെങ്കിലും സംഭവങ്ങളുടെ വിവരണത്തോട് ചേർക്കുക, അല്ലെങ്കിൽ ആരുടെയെങ്കിലും വാക്കുകൾ ഉദ്ധരിക്കുന്നതിനെ തുടർന്നുകൊണ്ട് ഉപദേശനിർദ്ദേശങ്ങളായി ഏതാനും വാക്യങ്ങളിൽ കൂടി കൂടുതൽ ജ്ഞാനമരുളുക എന്നിവയ്ക്ക് ഖുർആനിൽ നിരവധി ഉദാഹരണങ്ങൾ കാണാം. ഇത് ആദ്യം പരാമർശിക്കപ്പെട്ട വ്യക്തിയുടേതല്ല, മറിച്ച് അല്ലാഹുവിന്റെ തന്നെ വാക്കുകളാണെന്ന് വാചക ശൈലിയിൽ നിന്ന് മാത്രമേ ഗ്രഹിക്കാൻ കഴിയൂ. ഈ വാക്യങ്ങൾ എന്റെ നാഥന് പിഴയ്ക്കുകയില്ല, മറക്കുകയുമില്ല എന്നതിനോട് മാത്രമല്ല, റബ്ബുനല്ലദീ അഅ്ത കുല്ല ശൈഇൻ ഖലഖഹു എന്നു തുടങ്ങിയിട്ടുള്ള മൂസാ നബിയുടെ മുഴുവൻ സംസാരത്തോടും ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. الذي جعل لكم الأرض مهدا وسلك لكم فيها سبلا وأنزل من السماء ماء فأخرجنا به أزواجا من نبات شتى
നിങ്ങൾക്ക് ഭൂമിയെ തൊട്ടിലാക്കിത്തന്നതും അതിൽ സഞ്ചാരമാർഗങ്ങളുണ്ടാക്കിത്തന്നതും മീതെ നിന്ന് ജലം വർഷിച്ച് അതുവഴി പലയിനം ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചതും അവൻ തന്നെയാകുന്നു. كُلُوا وَارْعَوْا أَنْعَامَكُمْ إِنَّ فِي ذَلِكَ لَآيَاتٍ لِأُولِي النُّهَى. ആഹരിച്ചുകൊള്ളുവിൻ, നിങ്ങളുടെ കാലികളെ മേയ്ക്കുകയും ചെയ്യുവിൻ. നിശ്ചയം ബുദ്ധിമാന്മാർക്ക് ഇതിൽ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. തന്റെ സദ്ബുദ്ധി ഉപയോഗിച്ച് സത്യം തേടിപ്പിടിച്ച് അനുഷ്ഠിക്കണമെന്നാഗ്രഹിക്കുന്നവർക്ക് ഈ ദൃഷ്ടാന്തങ്ങളുടെ സഹായത്തോടെ യാഥാർത്ഥ്യത്തിലേക്കുള്ള മാർഗം കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ആ ദൃഷ്ടാന്തങ്ങൾ അവരോട് പറയും, ഈ പ്രപഞ്ചത്തിന് ഒരു നാഥനുണ്ട്. റുബൂബിയത്ത് അഥവാ നാഥനായിരിക്കുക എന്ന അവസ്ഥ സമ്പൂർണമായും അവനുള്ളതാകുന്നു. മറ്റൊരു യജമാനനും ഇവിടെ റബ്ബായിരിക്കാൻ ഒരു പഴുതുമില്ല. منها خلقناكم وفيها نعيدكم ومنها نخرجكم تارة أخرى. ഇതേ മണ്ണിൽ നിന്നാകുന്നു നാം നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇതിലേക്ക് തന്നെ നിങ്ങളെ തിരിച്ചുകൊണ്ടുപോകും. മറ്റൊരിക്കൽ ഇതിൽ നിന്നു തന്നെ നിങ്ങളെ നാം പുറപ്പെടുവിക്കുകയും ചെയ്യും. ഓരോ മനുഷ്യനും അനിവാര്യമായും 3 ഘട്ടങ്ങൾ പിന്നിടേണ്ടതുണ്ട്. 1 ജനനം മുതൽ മരണം വരെയുള്ള ഇഹലോക ജീവിതം. 2 മരണം മുതൽ അന്ത്യദിനം വരെയുള്ള ഘട്ടം. 3 അന്ത്യദിനത്തിലെ വിചാരണയ്ക്ക് ശേഷമുള്ള ഘട്ടം. ഈ ആയത്തിന്റെ വെളിച്ചത്തിൽ പ്രസ്തുത 3 ഘട്ടങ്ങളും ഈ ഭൂമിയിൽ തന്നെയാണ് പിന്നിടേണ്ടത്. وَلَقَدْ أَرَيْنَاهُ آيَاتِنَا كُلَّهَا فَكَذَّبَ وَأَبَى. ഫിർഔന് നമ്മുടെ ദൃഷ്ടാന്തങ്ങളൊക്കെയും കാണിച്ചുകൊടുത്തു. പക്ഷേ അയാളവയെ നിഷേധിച്ചു കളഞ്ഞു, സ്വീകരിച്ചില്ല. വിദൂര ചക്രവാളങ്ങളിലും സ്വന്തം ആത്മാക്കളിലുമുള്ള തെളിവുകളും മൂസാക്ക് നൽകപ്പെട്ടിരുന്ന അമാനുഷിക ദൃഷ്ടാന്തങ്ങളും ഫിർഔന് കാണിച്ചുകൊടുത്തു. ഫിർഔനെ സത്യം ഗ്രഹിപ്പിക്കാൻ വേണ്ടി മൂസാ നബി നടത്തിയ പ്രഭാഷണങ്ങളും അവന്റെ മുമ്പിൽ അവതരിപ്പിച്ച അമാനുഷിക ദൃഷ്ടാന്തങ്ങളും ഖുർആനിൽ വിവിധ സ്ഥലങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. قال أجئتنا لتخرجنا من أرضنا بسحرك يا موسى. അയാൾ പറഞ്ഞു, ഹേ മൂസ, നിന്റെ ആഭിചാര വൈഭവം കൊണ്ട് ഞങ്ങളെ സ്വന്തം രാജ്യത്തുനിന്ന് പുറത്താക്കാനോ നീ വന്നിട്ടുള്ളത്? സൂറ അൽ ആറാഫിലും സൂറ അശ്ശുഅറായിലുമുള്ള വിശദാംശങ്ങളനുസരിച്ച് മൂസാ നബി ഫിർഔന്റെ നിറഞ്ഞ ദർബാറിനെ ആദ്യമായി അഭിമുഖീകരിക്കുമ്പോൾ അവതരിപ്പിച്ച തിളങ്ങുന്ന കൈയും വടിയുമാണ് ആഭിചാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രസ്തുത ദിവ്യദൃഷ്ടാന്തങ്ങൾ ദർശിച്ചപ്പോൾ കുടിലഭാവമാണ് ഫിർഔനിലുണ്ടായത്. അതാണ് ഞങ്ങളെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ആഭിചാരം മുഖേന പുറത്താക്കാനാണോ ഹേ മൂസ നീ വന്നത് എന്ന ചോദ്യത്തിലൂടെ പ്രകടമാകുന്നത്. ഒരാഭിചാരകൻ തന്റെ ആഭിചാര കർമ്മങ്ങൾ കൊണ്ട് ഏതെങ്കിലും രാജ്യം ജയിച്ചടക്കിയ സംഭവം ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല, ഇനിയൊട്ടുണ്ടാവുകയുമില്ല. ആഭിചാര വിനോദങ്ങൾ പ്രദർശിപ്പിച്ച് പ്രേക്ഷകരുടെ ഔദാര്യത്തിനു വേണ്ടി കൈനീട്ടുന്ന അനേകായിരം മന്ത്രവാദികൾ ഫിർഔന്റെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഒരു വശത്ത് മൂസാ നബിയെ ആഭിചാരകൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഫിർഔൻ തന്നെ, മറുവശത്ത് അദ്ദേഹത്തെ തന്റെ സിംഹാസനം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നവൻ എന്നാരോപിക്കുന്നു. ഇത് വ്യക്തമായ കുടിലതയുടെ ലക്ഷണമത്രേ. യാഥാർത്ഥ്യമിതാണ്. സ്പഷ്ടമായ തെളിവുകൾ സമർപ്പിച്ചുകൊണ്ടുള്ള യുക്തിപരവും പ്രൗഢഗംഭീരവുമായ ഒരു പ്രഭാഷണവും തുടർന്ന് അനിഷേധ്യവും സംഭ്രമജനകവുമായ ചില ദിവ്യദൃഷ്ടാന്തങ്ങളുമാണ് മൂസാ നബി ഫിർഔന്റെ രാജധാനിയിൽ അവതരിപ്പിച്ചത്. അത് രാജസദസ്യരിൽ മാത്രമല്ല, അവരിലൂടെ രാജ്യത്താകമാനമുള്ള പൗരമുഖ്യരിലും സാധാരണക്കാരിലും വമ്പിച്ച സ്വാധീനം ചെലുത്തുമെന്ന് ഫിർഔൻ മനസ്സിലാക്കി. അതുകൊണ്ട് അവൻ കള്ളാരോപണങ്ങൾ ഉന്നയിച്ചും വർഗീയ വികാരം ഉദ്ദീപിപ്പിച്ചും സ്വന്തം നില ഭദ്രമാക്കാൻ ശ്രമിച്ചു. ഫിർഔൻ പറഞ്ഞു, ഇത് ദൈവിക ദൃഷ്ടാന്തങ്ങളൊന്നുമല്ല, കേവലം ആഭിചാരമാണ്. ഇപ്രകാരം വടി പാമ്പാക്കി മാറ്റാൻ നമ്മുടെ നാട്ടിലെ എല്ലാ മാന്ത്രികർക്കും കഴിയും. നോക്കുക, നിങ്ങളുടെ പിതാക്കളെല്ലാം അജ്ഞരും പാപികളും നരകവാസികളുമാണെന്ന് ഇവൻ വിധിച്ചിരിക്കുന്നു. നിങ്ങൾ ജാഗ്രത പാലിക്കുക. ഇവൻ പ്രവാചകനേയല്ല, അധികാരമോഹി മാത്രമാണ്. യൂസുഫിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ
കിബ്തി ജനതയിൽ നിന്ന് അധികാരം തട്ടിപ്പറിക്കാനും ഇനിയും ഈ രാജ്യത്ത് ഇസ്രായേലിയരുടെ ആധിപത്യം സ്ഥാപിക്കാനുമാണ് ഇവന്റെ ശ്രമം. ഈ വിധമുള്ള ദുരാരോപണങ്ങളിലൂടെ സത്യപ്രബോധനത്തെ ബഹുജനദൃഷ്ടിയിൽ നീചമാക്കി കാണിക്കുകയായിരുന്നു ഫിർഔന്റെ ഉദ്ദേശ്യം. കൂടുതൽ വിശദീകരണത്തിന് അൽ അറാഫ് 108, 110, 112, യൂനുസ് 77 എന്നീ സൂക്തങ്ങളുടെ വിശദീകരണം ശ്രദ്ധിക്കുക. ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധേയമാകുന്നു. സത്യപ്രബോധകരിൽ അധികാരമോഹം ആരോപിക്കുകയും പ്രബോധകരുടെ പ്രവർത്തനങ്ങൾ അഖിലം അധികാരം കൈവശപ്പെടുത്തുന്നതിനുള്ള തന്ത്രങ്ങളായി വിലയിരുത്തുകയും ചെയ്യുക എന്നത് എക്കാലത്തും അധികാരവർഗത്തിന്റെ സമ്പ്രദായമായിരുന്നു. ഉദാഹരണത്തിന് അൽ അറാഫ് 110, 123, യൂനുസ് 78, അൽ മുഅ്മിനൂൻ 24 സൂക്തങ്ങൾ ശ്രദ്ധിക്കുക. فَلَنَأْتِيَنَّكَ بِسِحْرٍ مِثْلِهِ فَاجْعَلْ بَيْنَنَا وَبَيْنَكَ مَوْعِدًا لَا نُخْلِفُهُ نَحْنُ وَلَا أَنْتَ مَكَانًا سُوًى. ശരി, എന്നാൽ നിനക്കെതിരെ അതുപോലുള്ള ആഭിചാരം ഞങ്ങളും കാട്ടിത്തരാം. എവിടെ വെച്ച് എപ്പോൾ വേണമെന്ന് തീരുമാനിച്ചുകൊള്ളുക. ഞങ്ങൾ ആ തീരുമാനം ലംഘിക്കുകയില്ല, നീയും ലംഘിക്കരുത്. ഒരു തുറന്ന മൈതാനിയിൽ തന്നെ മത്സരം നടത്തണം. قَالَ مَوْعِدُكُمْ يَوْمُ الزِّينَةِ وَأَنْ يُحْشَرَ النَّاسُ ضُحًى. മൂസ പറഞ്ഞു, ഉത്സവനാളിലായിക്കൊള്ളട്ടെ, അന്ന് പൂർവാഹ്നത്തിൽ ജനം സമ്മേളിക്കണം. ഒരിക്കൽ മന്ത്രവാദികളെക്കൊണ്ട് കയറുകളും വടികളും പാമ്പാക്കി കാണിച്ചാൽ അതോടെ മൂസയുടെ ദിവ്യദൃഷ്ടാന്തങ്ങളുടെ സ്വാധീനം ജനഹൃദയങ്ങളിൽ നിന്ന് അകന്നുപോയിക്കൊള്ളുമെന്നാണ് ഫിർഔൻ വിചാരിച്ചത്. അങ്ങനെ ഒരു പ്രദർശനം മൂസായും പ്രതീക്ഷിച്ചതായിരുന്നു. ഉടനെ അതിനുവേണ്ടി സ്ഥലവും സന്ദർഭവും കണ്ടെത്തി. തിരഞ്ഞെടുക്കപ്പെട്ട തീയതി ആസന്നമായ ഉത്സവ ദിനം തന്നെയായിരുന്നു. അന്ന് രാജ്യത്തെ പൗരന്മാരെല്ലാം തലസ്ഥാനത്ത് എത്തിച്ചേരും. മത്സരം നടത്തുന്നത് നല്ല പകൽ വെളിച്ചത്തിൽ ഉത്സവ മൈതാനിയിൽ വെച്ചുതന്നെ ആവാമെന്നും നിശ്ചയിക്കപ്പെട്ടു. സംശയത്തിനും സന്ദേഹത്തിനും ഇടമില്ലാത്ത വിധം എല്ലാവർക്കും വ്യക്തമായി കാണാൻ സാധിക്കുക അപ്പോഴാണല്ലോ. فَتَوَلَّى فِرْعَوْنُ فَجَمَعَ كَيْدَهُ ثُمَّ أَتَى. അനന്തരം ഫിർഔൻ പിൻവാങ്ങി തന്റെ തന്ത്രങ്ങളെല്ലാം സമാഹരിച്ച് മത്സരത്തിന് വന്നു. ഫിർഔനെയും അയാളുടെ രാജധാനിയിലെ അംഗങ്ങളെയും സംബന്ധിച്ചിടത്തോളം അത്യധികം പ്രാധാന്യമുള്ള നിർണായകമായ ഒരു മത്സരമായിരുന്നു ഇത്. കാരണം തങ്ങളുടെ ഭാവി ഈ മത്സരത്തിന്റെ ഫലത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്നവർ മനസ്സിലാക്കിയിരുന്നു. അവർ രാജ്യത്തിന്റെ നാനാഭാഗത്തേക്കും ദൂതന്മാരെ വിട്ട് മന്ത്രവാദികളെ വിളിച്ചുവരുത്തി. സുപ്രധാനമായ ഈ പ്രദർശനം കാണാൻ പൊതുജനങ്ങളെയും പ്രത്യേകം പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. കൂടുതൽ ജനങ്ങൾ ഒരുമിച്ചു കൂടുകയും മന്ത്രവാദികളുടെ പൂർണ്ണത കണ്ടറിയുകയും ചെയ്താൽ മൂസായുടെ വടിയെക്കുറിച്ചുള്ള ഭ്രമത്തിൽ നിന്ന് അവർ മോചിതരാകുമെന്നായിരുന്നു കണക്കുകൂട്ടൽ. അവർ പരസ്യമായി പറഞ്ഞു നടന്നു, ഇപ്പോൾ നമ്മുടെ മതത്തെ പ്രതിരോധിക്കുകയാണ് ആഭിചാരകന്മാർ ഏറ്റെടുത്തിട്ടുള്ള കർത്തവ്യം. അവർ വിജയിക്കുകയാണെങ്കിൽ നമ്മുടെ മതം രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ മൂസായുടെ മതം അതിജയിച്ചതു തന്നെ. സൂറ അശ്വറ 36 മുതൽ 51 വരെ സൂക്തങ്ങളും അതിന്റെ വിശദീകരണവും ശ്രദ്ധിക്കുക. ഇവിടെ പ്രത്യേകം അനുസ്മരിക്കേണ്ട ഒരു വസ്തുത കൂടിയുണ്ട്. ഈജിപ്തിലെ രാജകുടുംബത്തിന്റെയും മറ്റു വരേണ്യവർഗത്തിന്റെയും മതവും സാധാരണക്കാരുടെ മതവും തമ്മിൽ വലുതായ അന്തരമുണ്ടായിരുന്നു. ഇരുവിഭാഗത്തിന്റെയും ദേവതകളും ക്ഷേത്രങ്ങളും വെവ്വേറെയായിരുന്നു. മതചിഹ്നങ്ങളും ആചാരങ്ങളും ഒന്നായിരുന്നില്ല. ഈജിപ്തിൽ വളരെ പ്രാധാന്യപൂർവ്വം ആചരിക്കപ്പെട്ടിരുന്ന മരണാനന്തരമുള്ള കർമ്മങ്ങളും രണ്ടു കൂട്ടർക്കും വ്യത്യസ്തമായിരുന്നു. മോക്ഷത്തെക്കുറിച്ചുള്ള വീക്ഷണങ്ങളിലും കർമ്മരീതികളിലും അവർ വ്യത്യസ്തരായിരുന്നു. ടോയൻബിയുടെ എ സ്റ്റഡി ഓഫ് ഹിസ്റ്ററി 31-32 പേജുകൾ ശ്രദ്ധിക്കുക. കൂടാതെ ഈജിപ്തിൽ അരങ്ങേറിയ മതപരമായ വിപ്ലവങ്ങൾ അവിടുത്തെ നിവാസികളിൽ ബഹുദൈവ മതങ്ങളെ അപേക്ഷിച്ച് ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ മതങ്ങൾക്ക് പ്രാമുഖ്യം നൽകുന്ന ചില ബീജങ്ങൾ വിതച്ചിട്ടുമുണ്ടായിരുന്നു. ഉദാഹരണത്തിന്, ഇസ്രായേലരും അവരുടെ മതസൈദ്ധാന്തിക സഹയാത്രികരും കൂടി ഈജിപ്ഷ്യൻ ജനതയുടെ 10% വരുമായിരുന്നു.
അതിനും പുറമെ ഫിർഔൻ അമിനോഫിസ് അഥവാ അഖ്നാഥൂൻ അധികാരശക്തി ഉപയോഗിച്ച് നടത്തിയ വിപ്ലവത്തിന് ഇനിയും 150 വർഷം പോലും പഴക്കമായിട്ടില്ല. പ്രസ്തുത വിപ്ലവത്തിലൂടെ അദ്ദേഹം ആത്തൂൻ എന്ന ഏക ആരാധ്യനൊഴിച്ചുള്ള മറ്റെല്ലാ ആരാധ്യവസ്തുക്കളെയും നശിപ്പിച്ചു കളഞ്ഞു. പിന്നീട് ഭരണവർഗം അതിനെതിരിൽ പ്രതിവിപ്ലവം നടത്തി. എങ്കിലും ചില സ്വാധീനതകളൊക്കെ അതും ജനതയിൽ അവശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ യാഥാർത്ഥ്യങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് വീക്ഷിക്കുമ്പോൾ ഫിർഔന്റെ പരിഭ്രാന്തി ഒട്ടും അസ്ഥാനത്തല്ലെന്ന് നല്ലവണ്ണം മനസ്സിലാകുന്നതാണ്. قال لهم موسى ويلكم لا تفتروا على الله كذبا فيسحتكم بعذاب وقد خاب من افترى. തത്സമയം മൂസ എതിരാളികളോട് പറഞ്ഞു, നിങ്ങൾക്ക് നാശം. അല്ലാഹുവിന്റെ പേരിൽ കള്ളം പറയരുത്. പറഞ്ഞാൽ കൊടൂരമായ ശിക്ഷയാൽ അവൻ നിങ്ങളെ നശിപ്പിച്ചു കളയും. കള്ളം ചമയ്ക്കുന്നവൻ പരാജയപ്പെട്ടതു തന്നെ. മൂസാ നബി കാണിക്കുന്നത് ആഭിചാരകൃത്യങ്ങളോ അതല്ല ദിവ്യദൃഷ്ടാന്തങ്ങളോ എന്ന് ഇനിയും തീരുമാനിക്കേണ്ടിയിരിക്കുന്ന ബഹുജനങ്ങളോടായിരുന്നില്ല ഈ സംബോധന. താനുമായി മത്സരിക്കാൻ തീരുമാനിച്ച ഫിർഔനെയും രാജസദസ്സിനെയുമാണ് മൂസാ നബി സംബോധന ചെയ്യുന്നത്. തന്റെ പേരിൽ കള്ളം ആരോപിക്കരുത് എന്ന് മൂസാ നബി പറഞ്ഞതിന്റെ ഉദ്ദേശം ഇതാണ്: തന്റെ ദിവ്യദൃഷ്ടാന്തങ്ങളെ ആഭിചാരമെന്നും തന്റെ സന്ദേശങ്ങളെ കപടമായ വിശദീകരണ തന്ത്രമെന്നും ആരോപിക്കരുത്. ഇതു കേട്ടപ്പോൾ അവരിൽ തർക്കമുണ്ടായി. അവർ രഹസ്യമായി കൂടിയാലോചനയിലേർപ്പെട്ടു. ഇക്കൂട്ടർക്ക് തങ്ങളുടെ ബലഹീനതകളെക്കുറിച്ച് സ്വയം ബോധമുണ്ടായിരുന്നുവെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. മൂസാ നബി കാണിച്ചതത്രയും ആഭിചാരമല്ലെന്ന് അവർക്കു തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് ആദ്യമേ മത്സരത്തെ സംബന്ധിച്ച് അവരിൽ ഭയവും സംഭ്രാന്തിയും ജനിച്ചു. മത്സരരംഗത്ത് വെച്ച് മൂസാ നബിയുടെ താക്കീത് ഉൾക്കൊള്ളുന്ന വെല്ലുവിളി കൂടി കേട്ടപ്പോൾ അവരുടെ മനോദാർഢ്യം പെട്ടെന്ന് തളർന്നുപോയി. രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള പൌരന്മാർ ഒത്തുകൂടിയ മഹാസദസ്സിൽ ഇത്തരമൊരു മൈതാനത്ത് പകൽ വെട്ടത്ത് വെച്ച് ഈ മത്സരം നടക്കുന്നത് തങ്ങളുടെ താൽപര്യത്തിന് ഗുണകരമാണോ അല്ലേ എന്നതായിരിക്കാം ഒരുപക്ഷേ അവർ തമ്മിലുണ്ടായ തർക്കം. ഇവിടെ നാം പരാജയപ്പെടുകയും ബഹുജനദൃഷ്ടിയിൽ ദിവ്യദൃഷ്ടാന്തവും ആഭിചാരവും തമ്മിലുള്ള അന്തരം വ്യക്തമാവുകയും ചെയ്താൽ സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമാവുകയില്ലേ? إن هذان لساحران يريدان أن يخرجاكم من أرضكم بسحرهما ويذهبا بطريقتكم المثلى. ഒടുവിൽ ചിലർ പറഞ്ഞു, ഇവർ രണ്ടുപേരും തനി ആഭിചാരകന്മാരാണ്. ആഭിചാരശക്തിയാൽ നിങ്ങളെ സ്വദേശത്തുനിന്ന് പുറന്തള്ളുന്നതിനും നിങ്ങളുടെ മാതൃകാപരമായ ജീവിത രീതി നശിപ്പിക്കുന്നതിനുമത്രേ അവർ ഉദ്ദേശിക്കുന്നത്. മൂസാ നബിക്കെതിരിൽ എന്തും ചെയ്യാൻ തയ്യാറായ ഫിർഔൻ പക്ഷത്തെ വിഡ്ഢികളായിരിക്കണം ഇത് പറഞ്ഞത്. പക്വതയും കാര്യവിവരവുമുള്ളവർ പാദം മുന്നോട്ട് വയ്ക്കാൻ അറച്ചുനിന്നു. ആവേശം കൊണ്ട് അന്ധരായ ഇത്തരം വിഡ്ഢികളാകട്ടെ ഒരു ദീർഘവീക്ഷണവുമില്ലാതെ നെഞ്ചൂക്കോടെ അദ്ദേഹത്തെ നേരിടാൻ ബന്ധപ്പെടുകയും ചെയ്തു. അവർ രണ്ട് കാര്യങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഒന്ന്, മൂസായെപ്പോലെ വടി സർപ്പമാക്കി കാണിക്കാൻ മന്ത്രവാദികൾക്ക് കഴിഞ്ഞാൽ മൂസായുടെ ആഭിചാരകത്വം സ്ഥിരപ്പെടും. രണ്ട്, വർഗീയ വികാരം ഉത്തേജിപ്പിച്ച് ഭരണവർഗത്തിൽ അന്ധമായ ആവേശം വളർത്തുകയും ഇപ്രകാരം ആശങ്ക ജനിപ്പിക്കുകയും ചെയ്യുക. മൂസ വിജയിക്കുക എന്നതിനർത്ഥം നിങ്ങളുടെ കരങ്ങളിൽ നിന്ന് അധികാരം നഷ്ടപ്പെടുകയും നിങ്ങളുടെ മഹത്തായ ജീവിത രീതികൾ താറുമാറായി തീരുകയുമാണ്. രാജ്യത്ത് സ്വാധീനമുള്ള വിഭാഗത്തെ അവർ ഇപ്രകാരം ഭയപ്പെടുത്തി, മൂസായുടെ കയ്യിലെങ്ങാനും അധികാരം കിട്ടിയാൽ അവൻ നിങ്ങളുടെ സംസ്കാരവും കലകളും സുന്ദരമായ നാഗരികതയും വിനോദവും സ്ത്രീകളുടെ സ്വാതന്ത്ര്യവും ഇല്ലാതാക്കും. അതുപോലെ ജീവിതാനന്ദം നൽകുന്ന എല്ലാം അയാൾ നശിപ്പിക്കും. കടുത്ത മതയാഥാസ്ഥികതയായിരിക്കും പിന്നെ നിലവിൽ വരിക. അതിൽ ജീവിക്കുന്നതിലേറെ നല്ലത് മരിക്കുകയായിരിക്കും.
فأجمعوا كيدكم ثم أتوا صفا وقد أفلح اليوم من استعلى. നിങ്ങൾ തന്ത്രങ്ങളൊക്കെയും സമാഹരിക്കുവിൻ, എന്നിട്ട് ഒറ്റക്കെട്ടായി മത്സരവേദിയിലെത്തുവിൻ. മനസ്സിലാക്കുക, ഇന്ന് അതിജയിക്കുന്നവർ വിജയം വരിച്ചതുതന്നെ. നിങ്ങൾ ഐക്യത്തോടുകൂടി വേണം അവനെ നേരിടാൻ. നേരത്തെ തന്നെ പരസ്പര ധാരണയിലെത്താതെ മത്സരരംഗത്ത് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് പരിഭ്രമിക്കുകയും അടക്കം പറയുകയും ചെയ്യരുത്. അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾക്ക് ആത്മവിശ്വാസമില്ലെന്നും വഞ്ചനയുമായിട്ടാണ് നിങ്ങൾ മത്സരത്തെ നേരിടുന്നതെന്നും ജനങ്ങൾ മനസ്സിലാക്കും. قالوا يا موسى إما أن تلقي وإما أن نكون أول من ألقى. ആഭിചാരകന്മാർ ചോദിച്ചു, അല്ലയോ മൂസ, നീ എറിയുന്നുവോ അതല്ല ആദ്യം ഞങ്ങൾ എറിയട്ടെയോ? ഫിർഔൻ അവരെ അണികളാക്കി നിർത്തുകയും മത്സരം ആരംഭിക്കാൻ കൽപ്പന പുറപ്പെടുവിക്കുകയും ആഭിചാരകന്മാർ മൈതാനത്തിലിറങ്ങുകയും ചെയ്തു എന്നു തുടങ്ങിയ വിശദീകരണങ്ങൾ ഇടയ്ക്ക് വിട്ടുകളഞ്ഞിരിക്കുന്നു. قال بل ألقوا فإذا حبالهم وعصيهم يخيل إليه من سحرهم أنها تسعى. മൂസ പറഞ്ഞു, ഇല്ല, നിങ്ങൾ തന്നെ എറിഞ്ഞുകൊള്ളുക. പെട്ടെന്നതാ ആഭിചാരപ്രയോഗത്താൽ അവരുടെ കയറുകളും വടികളും ഇഴഞ്ഞു നടക്കുന്നതായി മൂസാക്ക് തോന്നി. സൂറ അൽ ആറാഫ് 116 സൂക്തത്തിൽ ഇങ്ങനെ വിവരിക്കുന്നു: അവർ തങ്ങളുടെ മാന്ത്രികോപകരണങ്ങൾ എറിഞ്ഞപ്പോൾ ജനത്തിന്റെ ദൃഷ്ടികളെ വശീകരിക്കുകയും അവരെ പരിഭ്രാന്തരാക്കുകയും ചെയ്തു. ഈ അനുഭവം ജനങ്ങൾക്ക് മാത്രമല്ല ഉണ്ടായത്, മൂസാ നബിയെ തന്നെയും മന്ത്രവാദികളുടെ ഈ പ്രകടനം സ്വാധീനിച്ചു. കയറുകളും വടികളും ഉഗ്രനാഗങ്ങളായി ഇഴഞ്ഞു നടക്കുന്നതായി മൂസാ നബിയുടെ കണ്ണുകളിൽ മാത്രമല്ല വിചാരമണ്ഡലത്തിലും പ്രതിഫലിച്ചു. فأوجس في نفسه خيفة موسى. മൂസ ഉള്ളിൽ ഭയന്നുപോയി. നമുക്ക് മനസ്സിലാകുന്നതിങ്ങനെയാണ്: മൂസാ നബി നിങ്ങൾ എറിഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞില്ല, അപ്പോഴേക്കും മന്ത്രവാദികൾ അവരവരുടെ വടികളും പാശങ്ങളും അദ്ദേഹത്തിന്റെ മുന്നിലേക്കെറിഞ്ഞു. ഉടനെ നിരവധി സർപ്പങ്ങളായി അവ അദ്ദേഹത്തിന്റെ നേരെ ഇഴഞ്ഞു ചെന്നു. പെട്ടെന്നുള്ള ഈ ദൃശ്യം മൂസായുടെ ഉള്ളിൽ ഒരു വിഭ്രാന്തി സൃഷ്ടിച്ചെങ്കിൽ അതിൽ അസാധാരണമായി ഒന്നുമില്ല. മനുഷ്യൻ എപ്പോഴും മനുഷ്യനാണല്ലോ. പ്രവാചകനായതുകൊണ്ട് മനുഷ്യ സ്വഭാവങ്ങളിൽ നിന്ന് അവൻ മോചിതനാകുന്നില്ല. ദൈവിക ദൃഷ്ടാന്തങ്ങളോട് സാദൃശ്യമുള്ള ഇത്തരം കാഴ്ചകൾ ബഹുജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കാനിടയുണ്ടെന്ന ഭയവും ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിനുണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. സാധാരണക്കാരെപ്പോലെ പ്രവാചകന്മാരും ആഭിചാരകന്മാരാൽ സ്വാധീനിക്കപ്പെടാവുന്നതാണ് എന്നതിനെ ഖുർആൻ ഇവിടെ സത്യപ്പെടുത്തുന്നു. പ്രവാചകന്മാരുടെ നുബൂവത്ത് തടയാനോ അവർക്ക് അവതരിച്ചു കിട്ടുന്ന ദിവ്യസന്ദേശങ്ങളെ താറുമാറാക്കാനോ മന്ത്രം കൊണ്ട് അവരെ വഴിപിഴപ്പിക്കാനോ ഉള്ള ശക്തി ആഭിചാരകന്മാർക്കില്ല. എങ്കിലും അല്പസമയത്തേക്ക് അവരുടെ കഴിവുകളിൽ സ്വാധീനം ചെലുത്താൻ ആഭിചാരകന്മാർക്ക് സാധിച്ചിരുന്നു. തിരുനബിക്ക് ആഭിചാരം ബാധിച്ചുവെന്ന് സൂചിപ്പിക്കുന്ന ഹദീസുകളെ കളവാക്കുകയും തുടർന്ന് മുഴുവൻ ഹദീസുകളും അസ്വീകാര്യമാണെന്ന നിലപാടിൽ എത്തിച്ചേരുകയും ചെയ്യുന്നവർ എന്തുമാത്രം വലിയ അബദ്ധത്തിലാണ് പെട്ടിരിക്കുന്നതെന്ന് ഈ സൂക്തം വ്യക്തമാക്കിത്തരുന്നു. قُلْنَا لَا تَخَفْ إِنَّكَ أَنْتَ الْأَعْلَى. നാം പറഞ്ഞു, ഭയപ്പെടേണ്ട, നീ തന്നെയാണ് ജയിക്കുക. وَأَلْقِ مَا فِي يَمِينِكَ تَلْقَفْ مَا صَنَعُوا إِنَّمَا صَنَعُوا كَيْدُ سَاحِرٍ وَلَا يُفْلِحُ السَّاحِرُ حَيْثُ أَتَى. നിന്റെ കൈയിലുള്ളത് എറിയുക. അവർ പടച്ചുണ്ടാക്കിയതിനെയെല്ലാം അത് വിഴുങ്ങിക്കൊള്ളും. അവർ പടച്ചുണ്ടാക്കിയതെല്ലാം ആഭിചാര തന്ത്രങ്ങൾ മാത്രമാകുന്നു. ആഭിചാരകൻ ഒരിക്കലും വിജയിക്കുകയില്ല, എത്ര ഗമയിൽ വന്നാലും. മോജിസത്ത് മുഖേന സൃഷ്ടിക്കപ്പെട്ട ഉഗ്രസർപ്പം ആ വടികളെയും പാശങ്ങളെയും വിഴുങ്ങിയിട്ടുണ്ടാവാം. എന്നാൽ ഇവിടെയും മറ്റു സ്ഥലങ്ങളിലും ഈ സംഭവം വിവരിക്കാൻ പ്രയോഗിച്ച പദങ്ങളുടെ വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അത് വടികളെയും പാശങ്ങളെയും വിഴുങ്ങി എന്നല്ല,
മറിച്ച് അവയിൽ പ്രതിഫലിപ്പിക്കുകയും അവയെ നാഗങ്ങളായി കാണിക്കുകയും ചെയ്ത ആഭിചാര സ്വാധീനത്തെ ഹനിച്ചു കളഞ്ഞു എന്നാണ്. അവർ നിർമ്മിച്ച വ്യാജത്തെ അത് വിഴുങ്ങിക്കളയുന്നു എന്നാണ് സൂറ അൽ ആറാഫിലും അശ്വറായിലും പ്രയോഗിച്ചിരിക്കുന്നത്. ഇവിടെ പറയുന്നതാവട്ടെ, അവർ പടച്ചുണ്ടാക്കിയതെല്ലാം അത് വിഴുങ്ങിക്കൊള്ളും എന്നാണ്. അവരുടെ വ്യാജവും അതിന്റെ നിർമ്മിതിയും വടികളോ പാശങ്ങളോ അല്ല, മറിച്ച് അവയെ സർപ്പങ്ങളായി പ്രദർശിപ്പിക്കുന്ന ആഭിചാര ശക്തിയാണ് എന്നത് വ്യക്തമാണല്ലോ. അതുകൊണ്ട് മൂസാ നബിയുടെ സർപ്പം അങ്ങുമിങ്ങും ഇഴഞ്ഞു നടന്ന വടികളും പാശങ്ങളും പിടികൂടി ഓരോ വടിയും പൂർവ്വസ്ഥിതിയിലുള്ള വടിയാക്കിയും ഓരോ പാശവും പൂർവ്വസ്ഥിതിയിലുള്ള പാശമാക്കിയും താഴെയിട്ടു എന്നാണ് നാം കരുതുന്നത്. فألقي السحرة سجدا قالوا آمنا برب هارون وموسى. അവസാനം ആഭിചാരകന്മാരൊക്കെയും പ്രണാമത്തിൽ വീഴ്ത്തപ്പെട്ടു. അവർ ഉറക്കെ പ്രഖ്യാപിച്ചു, ഹാറൂനിന്റെയും മൂസായുടെയും റബ്ബിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. മൂസായുടെ വടിയുടെ ചേഷ്ട കണ്ട മാത്രയിൽ തന്നെ അതൊരിക്കലും തങ്ങളുടെ കലയിൽപ്പെട്ടതല്ലെന്നും ദൈവിക ദൃഷ്ടാന്തമാണെന്നും അവർക്ക് ദൃഢബോധ്യം വന്നു. അതിനാൽ അവരൊന്നടങ്കം ഏതോ അദൃശ്യകരങ്ങളാൽ തള്ളി വീഴ്ത്തപ്പെട്ട പോലെ പെട്ടെന്ന് സുജൂദിൽ വീണു. മൂസായുടെ റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു എന്നവർ പറഞ്ഞതിന്റെ ഉദ്ദേശ്യം ഇതാണ്. ഈ മത്സരം നടക്കുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് എല്ലാവർക്കും അറിയാം. ഇത് മൂസായുടെയും ആഭിചാരകന്മാരുടെയും പ്രകടനങ്ങൾ തമ്മിലുള്ള മത്സരമാണെന്നും ഇതിന്റെ അനന്തരഫലം ആരുടെ പ്രകടനമാണ് കൂടുതൽ ഗംഭീരമെന്ന് തീരുമാനിക്കലാണെന്നും ആരും തെറ്റിദ്ധരിച്ചിരുന്നില്ല. ഒരു വശത്ത് ആകാശഭൂമികളുടെ സ്രഷ്ടാവായ അള്ളാഹുവിന്റെ ദൂതനെന്ന നിലയിൽ മൂസ പ്രത്യക്ഷപ്പെടുന്നു. എന്നിട്ട് തന്റെ ദൌത്യം സ്ഥാപിക്കാൻ വേണ്ടി സ്വന്തം വടി സർപ്പമാക്കി കാണിക്കാമെന്ന് വാദിക്കുന്നു. മറുവശത്ത് വടി സർപ്പമാക്കി കാണിക്കുന്നത് ദൈവിക ദൃഷ്ടാന്തമല്ല, കേവലം ആഭിചാര വിദ്യയാണ് എന്ന് സ്ഥാപിക്കാൻ ഫിർഔൻ ആഭിചാരകന്മാരോട് ആവശ്യപ്പെട്ടിരിക്കുകയാണെന്ന് ബഹുജനങ്ങൾ മനസ്സിലാക്കിയിരുന്നു. മറ്റുവിധത്തിൽ പറഞ്ഞാൽ, അവിടെ ഫിർഔനും ഉന്നതരും സാധാരണക്കാരുമായ മറ്റു പ്രേക്ഷകരും മോജിസത്തും ആഭിചാര കർമ്മവും തമ്മിലുള്ള അന്തരം അറിയാവുന്നവരായിരുന്നു. മൂസ കാണിക്കുന്നത് ഒരാഭിചാര കൃത്യമോ ദൈവത്തിന്റെ അനുവാദവും അനുഗ്രഹവും സിദ്ധിച്ചവർക്ക് മാത്രം സാധ്യമാകുന്ന ദൈവിക ശക്തികളുടെ പ്രകടനമോ എന്നതായിരുന്നു പരീക്ഷണം. ഇക്കാരണത്താലാണ് ആഭിചാരകന്മാർ തങ്ങളുടെ പ്രകടനത്തിൽ പരാജയപ്പെട്ടപ്പോൾ തങ്ങളെക്കാൾ സമർത്ഥനായ ആഭിചാരകനാണ് മൂസ എന്ന് പ്രഖ്യാപിക്കാതിരുന്നത്. അതിനു പകരം അദ്ദേഹം യഥാർത്ഥത്തിൽ സർവ്വലോകനാഥനായ അള്ളാഹുവിന്റെ സത്യദൂതനാണെന്ന് തീർച്ചപ്പെടുത്തുകയാണ് അവർ ചെയ്തത്. മാത്രമല്ല, മൂസായെയും ഹാറൂനെയും പ്രവാചകന്മാരായി നിയോഗിച്ച സാക്ഷാൽ ദൈവത്തിൽ വിശ്വസിക്കുന്നുവെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ പരാജയം ബഹുജനങ്ങളിൽ സൃഷ്ടിച്ച പ്രതികരണം എന്തായിരിക്കുമെന്നും രാജ്യത്താകമാനം എത്ര വലിയ പ്രത്യാഘാതമാണ് അതിനുണ്ടായിരിക്കുക എന്നും ഊഹിക്കാവുന്നതാണല്ലോ. വലിയ പ്രതീക്ഷകളോടെയാണ് ഫിർഔൻ നാട്ടിലെ ഏറ്റവും ഗംഭീരമായ മേളയിൽ ഇങ്ങനെയൊരു മത്സരം സംഘടിപ്പിക്കാൻ ഒരുമ്പെട്ടത്. ഇതു മുഖേന വടി സർപ്പമാകുന്നത് മൂസായുടെ വിശുദ്ധമോ ദൈവികമോ ആയ സിദ്ധിയല്ലെന്നും ഏത് ആഭിചാരകനും സാധിക്കുന്ന ഒരു വിദ്യയാണതെന്നും ഈജിപ്തിന്റെ മുക്കുമൂലകളിൽ നിന്നെത്തുന്ന ബഹുജനങ്ങൾ തങ്ങളുടെ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടറിയുമെന്നായിരുന്നു അയാളുടെ വിചാരം. പക്ഷെ ഈ തന്ത്രം വലിയൊരു തിരിച്ചടിയാണ് അയാൾക്ക് നൽകിയത്. ഗ്രാമങ്ങളിൽ നിന്ന് വന്ന ആഭിചാരകന്മാർ തന്നെ മൂസായുടെ പ്രകടനം ആഭിചാരമല്ലെന്ന് സമ്മതിച്ചു. മാത്രമല്ല, പ്രവാചകന്മാർക്ക് മാത്രം സാധ്യമാകുന്ന യഥാർത്ഥ ദൈവിക ദൃഷ്ടാന്തങ്ങളാണ് അവയെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് മൂസാ നബിയെ സത്യപ്പെടുത്തുകയാണ് ചെയ്തത്.